ആദ്യം ഞാൻ ഈ ജൂനിയർ ആർട്ടിസ്റ്റിലേക്ക് പോകുന്നു. അവരൊരു അതിജീവിതയാണ് എന്നതുകൊണ്ട് എനിക്ക് അവരുടെ പേര് പറയുക സാധ്യമല്ല. നിങ്ങളെ ഞാൻ ജെ എ എന്ന് വിളിക്കാം. ജെ എ, നമസ്കാരം. രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. തുടക്കത്തിൽ ബാബുരാജ് എന്ന നടനെതിരെയാണ് താങ്കൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഒരു വെളിപ്പെടുത്തൽ, ഈ ബാബുരാജിന്റെ റിസോർട്ടിലെ ജീവനക്കാരിയാണോ താങ്കൾ? കുറച്ച് ശബ്ദം ഒന്ന് ഉയർത്താൻ പറ്റുമോ? കേൾക്കുന്നില്ല ഇവിടെ. കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ. താങ്കൾ ബാബുരാജിന്റെ റിസോർട്ടിൽ എപ്പോഴെങ്കിലും പണിയെടുത്തിരുന്നോ? ഞാൻ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആയതിനാൽ ഞാനും വെളിപ്പെടുത്തുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ജോലി ചെയ്ത ആളാണ്. താങ്കൾ ഇത് ആദ്യം എന്താണ് വെളിപ്പെടുത്താതിരുന്നത്? ഇങ്ങനെ ഒരു റിസോർട്ടിൽ ജോലി ചെയ്ത ആളാണ് എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് പല കാര്യങ്ങളുമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഞാൻ റിസോർട്ടിൽ ജോലി ചെയ്ത കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും ഞാൻ ഓൾറെഡി ശശിധരൻ സാറിന്റെ അടുത്ത് 1.5 വർഷം മുൻപും അതേപോലെ എന്നെ ബന്ധപ്പെട്ടിരുന്ന DIG മാഡത്തിനോടും പറഞ്ഞിട്ടുണ്ട്. ചാനലിൽ ആ വിഷയം പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്കൾ ചാനലിൽ പറയാതിരുന്നത് വഴി ആ വിഷയം മറച്ചുവെച്ചു എന്നാണ് ബാബുരാജ് പറയുന്നത്. ഞാൻ ആ വിഷയം മറച്ചു വെച്ചതിൽ എനിക്കല്ല അതിൽ പ്രശ്നം ഉണ്ടാവുക. കാരണം ഞാൻ അവിടെ ജോലി ചെയ്ത ആളാണ് എന്ന് ഞാൻ മറച്ചു വെക്കുന്നതിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനില്ല. അപ്പൊ താങ്കൾ എത്ര കാലം ഈ ബാബുരാജിന്റെ റിസോർട്ടിൽ ജോലി എടുത്തു? ഞാൻ എന്റെ സമൂഹം ശരിയാണെങ്കിൽ 2016-17 സമയത്താണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്താണോ താങ്കൾക്ക് നേരെ അതിക്രമം ഉണ്ടാവുന്നത്? ഞാൻ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ജോലി ചെയ്ത സമയത്തും ഞാൻ അത് വെളിപ്പെടുത്താതിരുന്നതാണ്. അദ്ദേഹം എന്നെ പീഡിപ്പിച്ച കാര്യങ്ങളുണ്ട്. പക്ഷേങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടന്ന സംഭവം മാത്രമാണ് ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല. ആ റിസോർട്ടിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ. അവിടെ വെച്ചിട്ടും ഞാൻ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഇനി പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അതായത് താങ്കൾ ബാബുരാജ് എത്ര തവണ താങ്കളെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? ഒന്നിലേറെ തവണ എന്നാണോ? ഒന്നിലേറെ തവണയാണ്. പക്ഷേ ഞാൻ രാവിലെ മുതൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ആലുവയിൽ വീട്ടിൽ പോയ സംഭവം മാത്രമാണ്. അദ്ദേഹത്തിന് എന്നെ മനസ്സിലായ സ്ഥിതിക്ക് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. താങ്കൾ ആ സമയത്ത് ജോലിക്കാരിയായിരുന്നു, എന്നിട്ടും പീഡനം തുടർന്നതിന് ശേഷവും താങ്കൾ ജോലിയിൽ തുടർന്നു? ഞാൻ 2 തവണ അവിടുന്ന് റിസൈൻ ചെയ്ത ആളാണ്. 2 തവണ റിസൈൻ ചെയ്തോ? അതെ. അവിടുത്തെ ആദ്യം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. ആ സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്യുകയും അതിനെ തുടർന്ന് 1 മാസം 2 മാസത്തിന് ശേഷം ഇദ്ദേഹം എന്നെ ബന്ധപ്പെടുകയും ഞാൻ പോയതോടെ റിസോർട്ടില് ഫുള്ള് ഫ്ലോപ്പാണ്, ബിസിനസ് ഒന്നും ഉണ്ടാവണില്ല, അത്രമാത്രം ആത്മാർത്ഥമായിട്ട് അവിടെ ജോലി ചെയ്ത ആളാണ്. എന്നിട്ട് പോലെ എനിക്ക് അവിടെ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് മൂലം ഞാൻ റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടില് ഇട്ടിട്ട് പോവാണ് ചെയ്തത്. പിന്നീട് ഇദ്ദേഹം വിളിച്ച് പലതവണ വിളിച്ചു. അങ്ങനെ അതിന് പ്രകാരം ഞാൻ വീണ്ടും ആദ്യഘട്ടത്തിൽ റിസൈൻ ചെയ്തതിന് മുമ്പും താങ്കൾക്കെതിരെ പീഡന ശ്രമം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പീഡിപ്പിച്ച ആളുടെ റിസോർട്ടിലേക്ക് വീണ്ടും താങ്കൾ ജോലിക്ക് പോയോ? വീണ്ടും ജോലിക്ക് പോകേണ്ട സാഹചര്യം വന്നു. അദ്ദേഹം എന്നെ സംബന്ധിച്ച് എനിക്ക് ഫുള്ള് കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ കഴിയില്ല. ചൈൽഡ്ഹുഡ് മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതരമായ, യഥാർത്ഥത്തിൽ ഈ പീഡനം അനുഭവിച്ച ഇരകളുടെ പ്രശ്നങ്ങളാണ്. തീർച്ചയായും അവർക്ക് സാമൂഹിക നീതി നൽകേണ്ടതാണ്. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ. അതിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. പക്ഷേ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ താങ്കൾ ചില കാര്യങ്ങൾ മറച്ചുവെച്ചു. അതിൽ ഏറ്റവും വിചിത്രമായി തോന്നിയൊരു കാര്യം, താങ്കൾ ബാബുരാജിന്റെ റിസോർട്ടിൽ ജോലിക്ക് നിന്ന് ആദ്യഘട്ടത്തിൽ പീഡന ശ്രമം ഉണ്ടായി. അതിനെ തുടർന്ന് താങ്കൾ രാജിവെച്ചു പോയി. അതിനുശേഷം വീണ്ടും അതേ റിസോർട്ടിൽ അതേ ബാബുരാജിനോടൊപ്പം ജോലിക്ക് പ്രവേശിച്ചു. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? ഞാൻ ചെന്ന സമയത്തല്ല, അദ്ദേഹത്തിന്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് കിട്ടുന്നതും കോണ്ടാക്ട് ചെയ്യുന്നതും ഒക്കെ. ആ സമയത്തൊക്കെ അദ്ദേഹം സംസാരിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു എന്റെ ജീവിത സാഹചര്യം അതിനൊന്നും ഉതകുന്നതല്ല, ഒരുപാട് വിഷയങ്ങൾ ഉള്ള ഒരു ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞു. അതെന്തായാലും താങ്കൾ കേസ് കൊടുത്തോളൂ. പക്ഷേ അതിനകത്ത് ഈ വൈരുദ്ധ്യമുണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് താങ്കളുടെ മൊഴിയിൽ വിശ്വാസ്യതയില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് താങ്കൾ ഈ പറഞ്ഞൊരു ഭാഗം. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, ഏത് സിനിമയിലാണ് താങ്കൾ അഭിനയിച്ചത്?
കൂദാശ എന്ന സിനിമയിൽ അദ്ദേഹം തന്നെ എന്നെ വിളിച്ച് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ് സിനിമ? പിന്നെ 3 ഡേയ്സ് എന്ന് പറയുന്ന ഒരു മൂവി, അത് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ. അതേപോലെ നമ്മളുടെ ഫ്ലവേഴ്സ് ചാനലില് ഒരു സീരിയലിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറയുന്ന ബാബുരാജ് മാത്രമല്ല, ശ്രീകുമാർ മാത്രമല്ല, ഇടവേള ബാബു ചേട്ടനെ എനിക്ക് പരിചയമുണ്ട്. അതേപോലെ ദിലീഷ് പോത്തൻ സർ, അദ്ദേഹത്തിനെ നേരിട്ട് ഈ ഇടവേള ബാബു ഒക്കെ താങ്കൾക്കെതിരെ താങ്കളോട് മോശമായി പെരുമാറിയ ആൾക്കാരാണോ? ഒരിക്കലും ഇല്ല. അവരെ ഒന്നും ഞാൻ ഒരിക്കലും ഇതിൽ വലിച്ചഴിക്കില്ല. കാരണം അവരെന്നോട് മോശമായിട്ട് സംസാരിക്കുകയോ ഈ ഇടവേള ബാബു അടക്കമുള്ള താങ്കൾ നേരത്തെ പറഞ്ഞു താങ്കൾ ഇത് വെളിപ്പെടുത്താതിരുന്നതിന്റെ കാരണം ആ വെളിപ്പെടുത്തുന്ന ഘട്ടത്തിൽ ആരും അല്ലെങ്കിൽ ആ സമയത്തൊന്നും താങ്കൾക്ക് ആരും ഒരു പിന്തുണ നൽകിയിരുന്നില്ല. ഇപ്പോൾ താങ്കൾക്ക് ഒരു പിന്തുണ ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാത്രമാണ് ഇത് വെളിപ്പെടുത്തുന്നത് എന്നാണ്. ഇടവേള ബാബു ആണോ ആ പിന്തുണ നൽകുന്നത്? സിനിമയിലുള്ള ആരുമല്ല, എന്റെ ഭർത്താവ് തന്നെയാണ് എനിക്ക് ഇതിനൊക്കെ പിന്തുണ തന്നിട്ടുള്ളത്. സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് ആരോ എന്നെ സ്വാധീനിച്ചതാണ്, ഒക്കെ നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ ഞാൻ പറഞ്ഞതില് വിരുദ്ധതയുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് സംശയാസ്പദമായി തോന്നിയാൽ പോലും 1.5 വർഷം മുൻപ് ഞാൻ റിസോർട്ടിൽ ജോലി ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ളതല്ല, അത് വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ്. പക്ഷെ അതൊന്നും നിങ്ങളുടെ പരാതിയെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. അതൊക്കെ തെളിവുകൾ നിങ്ങൾ കണ്ടെത്തുമ്പോൾ മുറയ്ക്ക് വെളിവാക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. എൻ്റെ ഒരു സംശയം ഇതാണ്, നിങ്ങളെ ആദ്യം ബാബുരാജ് ഈ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് സിനിമയിൽ വരുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ ജീവനക്കാരിയായി ഇരിക്കുമ്പോഴാണ്. അത് ആദ്യഘട്ടത്തിൽ പീഡിപ്പിക്കുന്നു, രാജിവെക്കുന്നു, വീണ്ടും അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ജോയിൻ ചെയ്യുന്നു, പീഡിപ്പിക്കുന്നു, രാജിവെക്കുന്നു, പിന്നീട് വീണ്ടും സിനിമയിലേക്ക് പോകുന്നു. ഇതാണ് ആ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അതായത് പീഡനത്തെ തുടർന്നല്ല, അവിടെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. സാറിന് അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ രാജിവെക്കുമ്പോൾ അദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ലേ? പറയട്ടെ, അദ്ദേഹത്തിന്റെ മകനുമായിട്ടുണ്ടായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ മാനേജറുമായി ഉണ്ടായ ഒരു വിഷയത്തിന്റെ പേരിൽ, അതായത് ആ റിസോർട്ടിൽ നടക്കുന്ന പല സംഗതികളും ഓണർ അറിയാതെ അവിടുത്തെ സ്റ്റാഫുകളുമായിട്ടുണ്ടായ വിഷയങ്ങൾ ഞാൻ പുറത്തു കൊണ്ടുവരികയും സ്റ്റാഫുകൾ എല്ലാവരും കൂടി എനിക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും അത് ബാബുരാജിനെ അറിയിക്കുകയും അങ്ങനെയുള്ള ഒരു വിഷയത്തിന്റെ പേരിലാണ്. വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്, അത് നമ്മൾ എന്തായാലും പൊതുമധ്യത്തിൽ എത്തേണ്ടതില്ല. എന്തായാലും താങ്കളുടെ വെളിപ്പെടുത്തലിലെ ഒരു സംശയം എന്താണ് ബാബുരാജ് ഉന്നയിച്ചത് ഞാൻ താങ്കളോട് ചോദിച്ചുവെന്നേ ഉള്ളൂ. ഒരു കാര്യം കൂടി, ഈ നടൻ സിദ്ദിഖ് അടക്കമുള്ളവർ, മണിയൻപിള്ള രാജു അടക്കമുള്ളവർ, മുകേഷ് അടക്കമുള്ളവരൊക്കെ ഇങ്ങനെ ഇത്തരം പ്രവൃത്തികൾ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ താങ്കൾക്കൊരു ഞെട്ടൽ ഉണ്ടാവുന്നുണ്ടോ? എനിക്ക് ഒരു ഞെട്ടലും ഇല്ല, യാതൊരു ഞെട്ടലും ഇല്ല. അവരൊക്കെ ചെയ്തേക്കാം, അവരൊക്കെ അങ്ങനെ ചെയ്തേക്കാം എന്നൊരു തോന്നലാണോ താങ്കൾക്ക്? അവരെ പേഴ്സണലി ഞാൻ അറിയുന്ന ഒരാളല്ല, സിനിമ കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. എന്നാൽ സിനിമാ മേഖലയെ പറ്റിയുള്ള ഒരു മുൻവിധി എന്ന നിലയ്ക്ക്, അതിൽ നിന്നും ഞാൻ അനുഭവിച്ച എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ന നിലയ്ക്ക് എനിക്ക് അതിൽ ഞെട്ടലില്ല.